അമരവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാ വീടുകളിലും നേരിടുന്ന മുട്ടുദോഷങ്ങളാണ്. അപ്പം നമ്മൾ ഓരോ ക്ഷേത്രത്തിലും അതുപോലെ പല സ്ഥലത്തൊക്കെ പോയി നമ്മൾ മുട്ടറുത്ത് പ്രതിസന്ധികളൊക്കെ തീർക്കാറുണ്ട്. അപ്പം നമ്മുടെ വീടുകളിൽ നിരന്തരമായിട്ട് വരുന്ന ഇത്തരം മുട്ടുദോഷങ്ങൾ, പ്രത്യേകിച്ചുള്ള മറ്റുള്ളവരിൽ നിന്നുണ്ടായിട്ടുള്ള ദോഷങ്ങൾ, ഇത് അകറ്റുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ ലഘുവായിട്ട് നാളികേരം മുട്ടറുത്ത് അത്യാവശ്യം പ്രതിസന്ധികളൊക്കെ നമുക്ക് തീർക്കാവുന്നതാണ്. അപ്പം അത് മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മളെ വീട്ടിലുള്ള മുതിർന്ന കാരണവന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതാത് സമയത്തുണ്ടാവുന്ന കുട്ടികൾക്ക് അതുപോലെ വീട്ടിൽ പൊതുവായിട്ടുണ്ടാവുന്ന ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം മുട്ടുകളൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്നാൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ആ ഒരു മുട്ടറുക്കലിനെ കുറിച്ചാണ്. ഇത് സുരക്ഷിതമായിട്ട് എല്ലാവർക്കും എല്ലാ വീടുകളിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ദോഷം വന്നു ചേർന്നു, അതിലൊരു ചില പ്രതിസന്ധികളുണ്ടായി, ഒരു കാര്യങ്ങളും ക്ലിയറായിട്ട് നടക്കുന്നില്ല, ഏത് കാര്യത്തിന് ഇറങ്ങിയാലും പല തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടുന്നു എങ്കിൽ നമുക്ക് തന്നെ അത് മനസ്സിലാവും. ആ സമയത്ത് നമുക്ക് ഒരു വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട്, വീടിന് വേണ്ടിയിട്ട് ഒരു മുട്ടറുക്കാം. അത് ഇങ്ങനെയാണ്. ഒരു വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു നാളികേരം, നല്ല ഒരു നാളികേരം എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കുക. കൂടെ ഒരു വെട്ടുകത്തിയും അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ മുട്ടിയും ഇതിലേക്ക് ആവശ്യമാണ്. ഇതുകൂടാതെ 3 തിരി എണ്ണയിൽ മുക്കി അതും കരുതണം. ഇനി നമ്മൾ ഈ വീട്ടിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും കിഴക്കോട്ട് തിരിഞ്ഞ്, നമ്മൾ വിളക്ക് കത്തിച്ചതിൻ്റെ ഏകദേശം മുന്നിലേക്കായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം എല്ലാവരും. ഇതിന് ശേഷം നമ്മൾ ആ നാളികേരം, വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളെ ആ നാളികേരം എടുത്ത് അതിൽ 3 തിരി കത്തിച്ച് വയ്ക്കുക. അതിനുശേഷം ആ നാളികേരത്തിൻ്റെ കണ്ണ് ഭാഗം തള്ളവിരൽ കൊണ്ട് അടച്ച് വീട്ടിലെ ഓരോ അംഗത്തെയും തലയ്ക്ക് 3 തവണ ഒഴിയുക, അതുപോലെ താഴേക്ക് ഒരു 7 തവണ ഒഴിയുക. സർവ്വ ദോഷങ്ങളും ദുരിതങ്ങളും മുട്ടുകളും ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള സങ്കല്പത്തിൽ ഇങ്ങനെ എല്ലാ ആളുകളെയും ഇതേ തരത്തിൽ ഒഴിഞ്ഞതിന് ശേഷം നമ്മളെ വീടിൻ്റെ പ്രധാന കവാടം, അതായത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്ന പ്രധാന കവാടത്തിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് താഴെ നിലത്ത് ആ മുട്ടി വെച്ചിട്ട് ആ മുട്ടിയിൽ ഈ നാളികേരം ആ തിരിയോടുകൂടി, കത്തുന്ന തിരിയോടുകൂടി അതിൻ്റെ നാളികേരത്തിൻ്റെ കണ്ണ് ഭാഗം വടക്കോട്ട് ഭാഗത്തായിട്ട് വയ്ക്കുക. അത് വെച്ചതിന് ശേഷം നമ്മൾ വെട്ടുകത്തി കൊണ്ട് മുൻഭാഗത്ത് നിലത്ത് ഒന്ന് മുട്ടുക. അതുപോലെ നമ്മളെ അടുത്തുള്ള ഭാഗത്ത്, അതുപോലെ തെക്ക് ഭാഗത്ത്, വടക്ക് ഭാഗത്ത് ഒന്ന് കത്തി കൊണ്ടൊന്ന് തൊട്ടതിന് ശേഷം ആദ്യത്തെ 1 തവണ ഓങ്ങി, രണ്ടാമത്തെ തവണ ഓങ്ങി, മൂന്നാമത്തേന് നാളികേരത്തിൻ്റെ നടുക്കായി നാളികേരം വെട്ടിയറുക്കണം. ഈ വെട്ടിയറുത്ത് നാളികേരം 2 കഷ്ണങ്ങളായിട്ട് മാറും. ഈ 2 കഷ്ണങ്ങളായി കൃത്യമായി മുട്ടറുക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള വന്നിട്ടുള്ള ദോഷങ്ങൾ, മുട്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഈ നാളികേരം നമ്മൾ ഈ ഒഴിവാക്കണം, പുറത്തേക്ക് ഒഴിവാക്കണം. നമ്മളത് പിന്നെ ഉപയോഗിക്കരുത്. അതിനുശേഷം ആ നിലം നമുക്ക് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഇത് മുട്ടറുക്കുന്ന സമയത്ത് ഇത് നാളികേരം 3 കഷ്ണങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുട്ട് ശരിയായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ കണ്ണിൻ്റെ ഭാഗത്തൂടെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വീട്ടിൽ നല്ല ചില ദോഷങ്ങൾ വന്നു ചേരാനുണ്ട് എന്ന് മനസ്സിലാക്കണം.
മുട്ടറുത്തത് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് അറുക്കാവുന്നതാണ്. അത് അതേ ദിവസമല്ല, മറ്റൊരു ദിവസം അതിനു വേണ്ടി കണ്ടെത്തുക. അപ്പോൾ ഏറ്റവും നല്ലത് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച വൈകുന്നേരം വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് മുട്ടറുക്കാൻ ഏറ്റവും നല്ലത്. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് വെട്ടുകത്തി ഉപയോഗിച്ച് മുട്ടറുത്ത് ദോഷം പരിഹരിക്കാവുന്നതാണ്. ഇനി ഈ മുട്ടറുക്കുന്ന സമയത്ത് ഈ നമുക്ക് നാളികേരത്തിൻ്റെ കഴമ്പ്, അതുപോലെ അതിൻ്റെ തോട്, ഇങ്ങനെയാണ് 3 കഷ്ണങ്ങളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മുട്ട് ശരിയായിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു മുറി കമിഴ്ന്നും ഒരു മുറി മലർന്നും കിടക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നടുക് കൃത്യമായിട്ട് നാളികേരത്തിന് യാതൊരു കേടും കൂടാതെ അറുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രിയ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ്, സുരക്ഷിതമായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഫലം ഉണ്ടാവും തീർച്ച. കാരണം നമ്മളെ മുട്ട് നമ്മൾ ആണ് അറുക്കാൻ ഏറ്റവും അനുയോജ്യം. അപ്പോൾ ഇതിൽ യാതൊരു ഭയവും വേണ്ട. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ദേവത നമ്മുടെ കുലദേവതയെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ദേവി ശക്തിയെ നമുക്ക് പ്രാർത്ഥിക്കാം, ഭദ്രകാളിയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കുലദേവതയെയും നമുക്ക് ഭദ്രകാളിയെയും ഒക്കെ നമുക്ക് പ്രാർത്ഥിച്ച് അവരുടെ അനുവാദത്തോട് കൂടിയിട്ടും നമുക്ക് ഈ ക്രിയ ചെയ്ത് ഫലവത്തായിട്ട് വിജയിപ്പിക്കാവുന്നതാണ്.